ബാക്കി വണ്ടികളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് സർവീസ് നടത്താൻ, നമ്മുടെ റിസർവിൽ സൂക്ഷിക്കാൻ, റണ്ണിങ് കണ്ടീഷനാക്കി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ചില കാര്യങ്ങൾ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഞാൻ ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്തിൻ്റെ അസുഖമാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മന്ത്രി സ്ഥാനം അങ്ങ് മാറിപ്പോവും, വേറെ ആരെങ്കിലും വരും. പക്ഷേ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം കിട്ടണം, നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം, നിങ്ങളുടെ ഈ പ്രസ്ഥാനം നിലനിൽക്കണം. അത് എൻ്റെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. അപ്പം ഞാൻ പറയുമ്പം രാഷ്ട്രീയമൊന്നും നിങ്ങൾ നോക്കണ്ട. എനിക്ക് അങ്ങനെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല. KSRTC ജീവനക്കാരുടെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയ പരിഗണന ഒന്നും നോക്കാറില്ല. KSRTC ജീവനക്കാർ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ശകാരിക്കും, ഞാൻ ചില കാര്യങ്ങൾ എതിര് പറയും, ചില തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. അതിനൊന്നും എന്നെ വിമർശിച്ചാലൊന്നും ഞാൻ പിന്മാറില്ല. എൻ്റെ നിലപാടുകൾക്ക് മാറ്റമില്ല. KSRTCക്ക് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണം എന്ന് തുടങ്ങാൻ കാര്യം, കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ ഒരു മോശമായ സമീപനം ഉണ്ടായിരുന്നു. 124 പേർക്ക് ലൈസൻസ് സെഷൻ വരികയും അതിൽ 121 പേരെയും ജയിപ്പിച്ച ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ, 2 പേര് കണക്കുണ്ട് എൻ്റെ, അവരുടെ പേര് നടപടി വരെയാണ്. അവർ തന്നെ ഉച്ചയ്ക്ക് ശേഷം 12 പേർക്ക് ഹെവി ലൈസൻസ് കൊടുക്കുകയാണ്. രാവിലെ 8:30 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് 124 പേരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക. എടുക്കണം, റോഡിൽ ഓടിച്ച് കാണിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ 12 പേരെ, ഇതിൽ 124 പേരിൽ 123 പേരും ജയിച്ചു. ഒരാളെ തോറ്റുള്ളൂ. അയാളിനി എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ തോക്കാൻ സാധ്യത 100% ജയിച്ചേനെ. പക്ഷേ ഇയാൾ ഉച്ചയ്ക്ക് ശേഷം 12 പേര് ഹെവി ലൈസൻസ് കൊടുത്തു, ഇതേ ആൾ. അതേസമയം 5 മണിക്ക് മുമ്പേ ഇയാൾ 48 ബസ്സുകളും ലോറികളും വാഹനങ്ങളും ഫിറ്റ്നസ് പരിശോധിക്കുകയും ചെയ്തു. അത്ഭുതകരം. 1000 കൈയുള്ള ഒരു കഥാപാത്രത്തെക്കുറിച്ച് പുരാണത്തിൽ പറയാറുണ്ട്, കാർത്തിവീരാർജുനൻ. അതിനേക്കാളും മിടുക്കനായ ആൾക്കാർ നമ്മളെ വകുപ്പിലുണ്ടായിരുന്നു. ഇതൊന്ന് അവസാനിപ്പിക്കണം, കൊടുക്കുന്ന ലൈസൻസ് മൂല്യമുള്ളതാകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനെ സമരം ചെയ്തു കുറേ ആളുകൾ. കുഴി ഒഴിക്കുന്നു, അതിൽ ചിലർ കിടക്കുന്നു, കഞ്ഞി വയ്ക്കുന്നു, സമരം. ഞങ്ങളുടെ കഞ്ഞിയിൽ ഇയാൾ മണ്ണിടയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ മണ്ണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം പ്രമോദ് ശങ്കർ, നമ്മുടെ പ്രിയങ്കരനായ CMDയോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഈ സലീമൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഡ്രൈവർമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമെന്ന് നമുക്കറിയാം. ചുമ്മാ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഒരു പ്രൊപ്പോസൽ ഇതാ പ്രമോദ് എന്ന് പറഞ്ഞു. ഒരു 4-ാമത്തെ ദിവസം, 3 ദിവസം 4 ദിവസമേ ഉള്ളൂ, ഒരു 10 ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള പ്രപ്പോസലായിട്ട് വരികയാണ്. അപ്പോൾ ഒരു പ്രശ്നം, വണ്ടി വാങ്ങിക്കാനുള്ള പൈസ KSRTCക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഏറ്റവും നല്ല ലൈസൻസുകൾ കൊടുക്കേണ്ടത് റോഡ് സേഫ്റ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി, മന്ത്രി ചെയർമാനായ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് വണ്ടി വാങ്ങാനും ബൈക്ക് വാങ്ങാനുള്ള സൗകര്യം, സിമുലേറ്റർ വാങ്ങാനുള്ള പണം അവിടുന്ന് തരാം എന്ന് തീരുമാനിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ ഒരേ ഒരു വണ്ടി, ഒരേ ഒരു സ്കൂട്ടർ, ഒരേ ഒരു കാർ, ഇത് വാങ്ങാൻ വേണ്ടി മാത്രമേ നമ്മൾ പൈസ ചിലവാക്കിയിട്ടു. ബാക്കി മുഴുവൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പൈസയാണ്. അതിലൂടെ നല്ല ഡ്രൈവിംഗ് ഉണ്ടാക്കണം. ഇപ്പോൾ എന്താ, കേരളത്തിലെ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇവിടെ ഇരിപ്പുണ്ട്, വളരെ സ്ട്രിക്റ്റാണ്. അദ്ദേഹം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ എവറി ഡേ മോണിറ്റർ ചെയ്യാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും സ്ട്രിക്റ്റായിട്ട് ലൈസൻസ് കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ പറഞ്ഞു, തമിഴ്നാട്ടിൽ പോയി കൊണ്ടുവരും, അവിടെ നിന്ന് വരും. ഒന്നുമില്ല, ഒരു ടെസ്റ്റ് എഴുതിയാൽ ഒരു സ്ഥലത്ത് 48 മുതൽ 50-51% ആളുകൾ മാത്രമേ ജയിക്കുന്നുള്ളൂ. ബാക്കിയൊന്നും വണ്ടി ഓടിക്കാൻ അറിഞ്ഞാത്തവരാണ്. പക്ഷേ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത്, നമ്മളിതിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇവിടെ പഠിച്ച കുട്ടികൾ ലൈസൻസ് കൈമാറുമ്പോൾ ഇവിടെ നിന്ന് കാർ ഓടിച്ച് റോഡിലേക്ക് പോകുന്നത് കാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, ജീവനക്കാർക്ക് അതിന് കഴിഞ്ഞു. അവരെ അത്ര നന്നായി പഠിപ്പിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ആനയറയിൽ നിന്നും മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ, ക്യാമറയുടെ മുന്നിലൂടെ വണ്ടി ഓടിച്ചാണ് പുറത്തേക്ക് വരുന്നത്. മറ്റേ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് കൈ തെളിയാൻ ഒരു പരിപാടിയുണ്ട്. കൈ തെളിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 10,000 രൂപ കൊണ്ട് ചിലവാക്കണം. ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേരണം. അതുണ്ടാവുന്നില്ല KSRTC പോകുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കുക, സംസ്ഥാനത്ത് നടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ ആരുടെ ശുപാർശയൊന്നുമില്ല. KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിക്കുന്നതിൽ 90% ആളുകളും ജയിക്കുകയാണ്. 90%. നമ്മുടെ വിജയ ശതമാനം, സംസ്ഥാന വിജയ ശതമാനം 48 മുതൽ 52 വരെ. പക്ഷേ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വിജയ ശതമാനം 90ആണ്. 83 ആയിരുന്നത് 90 ആയി. ആരും ജയിപ്പിച്ചു വിടുന്നതൊന്നുമല്ല, പഠിച്ചിട്ട് തന്നെയാണ്. മികച്ച ഡ്രൈവിംഗ് പരിശീലനം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ, അത് നമുക്ക് KSRTC മാത്രമല്ല, നാളത്തെ തലമുറയ്ക്ക് ഇത് ഗുണം ചെയ്യും. കാരണം വണ്ടി ഓടിക്കാൻ അറിയാത്തവർ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് ആളുകളെ ഇടിച്ചു കൊല്ലുന്നതിന് പകരം വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ ഓടിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. അങ്ങനെ ഒരു ലക്ഷ്യത്തോട് തുടങ്ങി നമുക്ക് എന്താണ് ലാഭം എന്നറിയാം. ഈ ദിവസം വരെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള കണക്ക് വെച്ച് നോക്കിയാൽ 2.5 കോടി രൂപയാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ലാഭം. അപ്പോൾ കഞ്ഞി ഓടിച്ച് വെറുതെ ആണെന്ന് മനസ്സിലായില്ലേ? ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുമാരിയിട്ട് പഴഞ്ചും വണ്ടിയും
പൊത്ത സ്കൂട്ടറുമായിട്ട് വന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് നമ്മൾ 6 ലക്ഷം രൂപയുടെ സിമുലേറ്റർ, പുതിയ കാറ്, പുതിയ ബൈക്ക്, പുതിയ സ്കൂട്ടർ, എല്ലാ സൗകര്യങ്ങളും, ഇരുന്ന് പഠിക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറികൾ, MLA മാരൊക്കെ സഹായിച്ചു. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് 2.5 കോടി രൂപ ലാഭമാണ് ഈ 10 മാസം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് 10 മാസമേ ആയുള്ളൂ. ആദ്യത്തെ തിരുവനന്തപുരം ജില്ലയിൽ 8 ഡ്രൈവിംഗ് സ്കൂളുകൾ അല്ലേ, തിരുവനന്തപുരം ജില്ലയിൽ 8 ഡ്രൈവിംഗ് സ്കൂളടക്കം കേരളത്തിൽ 19 ഡ്രൈവിംഗ് സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു, നിലമ്പൂരടക്കം. അടുത്ത ദിവസങ്ങളിൽ 3 എണ്ണം കൂടി ഉദ്ഘാടനം ചെയ്യും. 21 ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ തുടങ്ങും. തിരുവല്ല MLA, കാഞ്ഞിരപ്പള്ളി MLA അടക്കം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു മാഡം അടക്കം ഇരിഞ്ഞാലക്കുടയിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള ആവശ്യമുള്ളത്രയും പണം തരാം എന്ന് സമ്മതിച്ചുകൊണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. കാരണം അവരെല്ലാവരും ഡ്രൈവിംഗ് സ്കൂൾ എല്ലാ സ്ഥലത്തും KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ എഫിഷ്യൻസിയാണ്, അല്ലാതെ ഇതൊരു തല്ലിപ്പൊളി സാധനമായതുകൊണ്ടല്ല. നല്ല നിലയിൽ ആളുകളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരുന്ന കൗൺസിലർ എന്ന് പറഞ്ഞു, വീട്ടിൽ കാറുണ്ട്, ഒരു ദിവസം ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് ശ്രമിച്ചു, എനിക്ക് തലയ്ക്കൊരു കൊട്ട് കിട്ടിയോടെ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ ചേർന്ന് പഠിച്ച് ലൈസൻസ് എടുക്കും എന്നോട് ഇപ്പോൾ പറഞ്ഞു. നല്ല കാര്യമാണ്, അത് നമുക്കൊരു ആവേശമാണ്. മാത്രമല്ല IDTR സെൻറ്റർ എന്ന് പറയുന്നത്, IDTR സെൻറ്റർ എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൽ മാത്രമാണ്. ഈ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ അല്ലെങ്കിൽ അപകടകരമായി വണ്ടി ഓടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ലൈസൻസ് പുനഃസ്ഥാപിക്കണമെങ്കിൽ IDTRൽ നിന്നും 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് പുനഃസ്ഥാപിക്കൂ. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രം മതി. കാരണം ഏറ്റവും കൂടുതൽ അപകട മരണം കേരളത്തിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ സംസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അറിയാം, ഞങ്ങൾ കണക്കെടുത്തിട്ടുണ്ട്, അപകട മരണം കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൊറോണയുടെ കാലത്ത് വളരെ അപകട മരണം കുറവ്, ആരും പുറത്തിറങ്ങിയില്ല. അല്ലാത്ത കാലമെടുത്താൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഏറ്റവും കുറഞ്ഞ മരണസംഖ്യയുള്ള വർഷമാണ് എന്നുള്ള സന്തോഷം നമുക്കുണ്ട്. കേരളത്തിൻ്റെ അപകട നിരക്ക്, വണ്ടികളിലെ അപകടം കൂടിയിട്ടുണ്ട്, പക്ഷെ മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആവുന്നതുകൊണ്ടാണ്. നമ്മളെ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയാൽ, കർശനമായി ഇടപെട്ടാൽ മരണസംഖ്യ കുറയ്ക്കാം. KSRTCയിൽ മദ്യപിച്ചുകൊണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴൊന്നും ഇയാൾക്ക് എന്നാ പണിയാ, ഞങ്ങൾ 2 എണ്ണം അടിച്ചത് എന്താ കുഴപ്പം, എത്ര പേക്ക് അടിച്ചു നിങ്ങൾ, പെഗല്ല സാറേ, ഉള്ള കാര്യം പറയാം, ഓട്ടർ അടിച്ചേ എന്ന് പറയുന്ന കണ്ടു കാണും വീഡിയോ. ഇത് അവസാനിപ്പിച്ചതിൻ്റെ ഗുണം എന്താ പറയുക, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണക്കെടുത്തു, KSRTCയിൽ മുൻപുണ്ടായിരുന്ന അപകടങ്ങൾ 50% കുറഞ്ഞു. 100 അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ 50 അപകടമേ ഉള്ളൂ. ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് KSRTC. ഈ അപകടങ്ങൾ കുറയുമ്പോൾ ഒരു അപകട മരണം 1 കോടി രൂപയാണ് KSRTC നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ MA സീറ്റുകൾ കേസുകൾ തീർക്കുന്ന അദാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നമ്മൾ നടത്തുകയാണ്. ആ അദാലത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോഴേക്കും മനസ്സിലായി. ഇന്നലെ ഞാൻ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 150-ലധികം കേസുകൾ തീർന്നു കഴിഞ്ഞു, അദാലത്തിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. 7,85,00,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് KSRTC കൊടുത്തത് 2,28,00,000 രൂപയ്ക്ക് ഈ 7,75,00,000 രൂപയുടെ സെറ്റിൽ ചെയ്തു. അതായത് 6 കോടിയിലധികം രൂപ നമുക്ക് ഈ ഇനത്തിൽ ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് KSRTC. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയല്ല, രാവും പകലും കൂടെ നിന്ന് ഇതിൻ്റെ തലമുടി നാരയുടെ കീറി ഞാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഒരു 5-6 എണ്ണം വാരി കാലിയായ പ്ലാസ്റ്റിക് കുപ്പി ഒരു വണ്ടിയുടെ മുമ്പിലിട്ട് പോയാൽ ശരിയല്ല എന്ന് തന്നെ പറയും. അതിനൊന്നും ആരും എന്നെ വിമർശിക്കണ്ട, ശരിയല്ല എന്ന് പറയും. പ്ലാസ്റ്റിക് കുപ്പി അവിടെ ഇടുന്ന മാത്രമല്ല, വെള്ളം കുടിക്കാനാണ് ഇട്ടെങ്കിൽ അത് അതിനേക്കാളും അപകടമാണ്. കാരണം ഈ ലൈറ്റ് വെയിലടിക്കുന്നിടത്ത് കുപ്പിയിൽ വെള്ളം ഇട്ടാൽ അത് ചൂടാവും. പ്ലാസ്റ്റിക് കുപ്പിയിലിരിക്കുന്ന വെള്ളം ചൂടായാൽ അത് വിഷമാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, ഈ യൂട്യൂബർമാരും ഫേസ്ബുക്ക് എഴുതുന്നവരും ഒക്കെ പറയാറുണ്ട്. ഈ ചൂടുവെള്ളം കടയുടെ മുമ്പിൽ കുപ്പിവെള്ളം വെച്ചേക്കുന്ന വാങ്ങിച്ച് കുടിക്കരുത്, കാരണം അത് പ്ലാസ്റ്റിക് കുപ്പിക്കായിരിക്കുന്ന വെള്ളം ചൂടടിക്കുമ്പോൾ അതിന് വിഷം കലരും, മരണത്തിനിടയാക്കും, ക്യാൻസർ ഉണ്ടാക്കും എന്ന് ഞാനല്ല പറഞ്ഞത്. ഈ ചീത്ത പറയുന്ന യൂട്യൂബർമാരും ഈ ഫേസ്ബുക്കുകാരും പറഞ്ഞ കാര്യം കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വിടരുത്, ഈ കുപ്പി എവിടെ ഇട്ട് ഈ വെള്ളം കുടിച്ചാൽ ചത്തുപോകും, അതുകൊണ്ട് മാറ്റിയിടാൻ പറഞ്ഞതാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ മാലിന്യം വലിച്ചെറിയുന്ന ഇതിനൊക്കെ എന്ത് വൃത്തിയായിട്ടാണ് ഇതിനൊക്കെ നിങ്ങൾ ഇട്ടിരിക്കുന്നത്, എത്ര മനോഹരമായിട്ട് ഈ വർക്ക്ഷോപ്പുകൾ നിങ്ങൾ സൂക്ഷിക്കുന്നത്. KSRTC വാഹനങ്ങൾ, ഞങ്ങൾ നെടുമങ്ങാട് ഒരു ഡ്രൈവർ എന്നാലും വണ്ടി കഴുകുന്ന ഒരു ദൃശ്യമുണ്ട്. ഇതൊക്കെ അഭിമാനകരമാണ്. എന്താ ഇത് വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ, NSSലെ കുട്ടികൾ വരുന്നു, വണ്ടികൾ കൊട്ടാരക്കരയിലൊക്കെ ഉണ്ട്, വണ്ടി കഴുകി കൊടുക്കുന്നു. KSRTC വണ്ടി വൃത്തിയാക്കൽ എന്ന് പറയുന്നത് ഒരു വലിയ സംസ്കാരമായി മാറുകയാണ്. കൊച്ചു കുട്ടികൾ വന്ന് വണ്ടി വൃത്തിയാക്കുന്നു. ഇന്നലെ കണ്ട ഒരു ഡ്രൈവർ രാവിലെ വണ്ടി എടുക്കാൻ നേരം പൂജ കഴിച്ച് ശാമ്പ്രാണിത്തിരി കുത്തി വെച്ചിട്ട്, എവിടെയാണ് പ്രദീപ്, ഞാൻ കണ്ടതാണ്, ഒരു KSRTC ഡ്രൈവർ പൂജ ചെയ്ത് മാലയിട്ട് ശാമ്പ്രാണിത്തിരി കുത്തി വെച്ച് വണ്ടി എടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന തൊഴിലാണ് ദൈവമെന്ന് കരുതുന്ന മാന്യന്മാരുണ്ട് KSRTCയിൽ.
വണ്ടി നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കണം, ഒരു കുഴപ്പമില്ല. ഈ വെളിയിൽ നിൽക്കുന്നതിനും ഉണ്ടായിരുന്നാൽ മതി, ഇതിനകത്തുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. 99% ജീവനക്കാരും സത്യസന്ധതയുടെ ജോലി ചെയ്യുന്നവരാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ഇത് പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. KSRTCയുടെ വിജയത്തിൻ്റെ പുറകിൽ നിങ്ങളുടെ കഴിവുകളുണ്ട്, അത് ഞാൻ അംഗീകരിക്കും. ഈ വർക്ക്ഷോപ്പിലോട്ട് കയറി നോക്കിയാൽ ഇവിടെ ഇൻവെൻഷൻ നടത്താൻ വേണ്ടി ഒരു സംഭവം ഉണ്ടായി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്ന എത്ര മനോഹരമായ കണ്ടുപിടുത്തങ്ങളാണ്. പേറ്റന്റ് എടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കണ്ടുപിടുത്തം നിങ്ങളുടെ കഴിവ് കണ്ടിട്ടാണ്. ഇവിടെ ഇൻസുലേറ്റർ ഉണ്ടാക്കി, ഇവിടെ എഞ്ചിൻ ഇറക്കുന്ന ജാക്കി ഉണ്ടാക്കി, ഇവിടെ പിന്നെ സ്കൂട്ടർ, സൈഡ് കാറുള്ള സ്കൂട്ടർ ഉണ്ടാക്കി. ഇതെല്ലാം നിങ്ങളുണ്ടാക്കിയതല്ലേ, നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളല്ലേ. അതിനുവേണ്ടിയുള്ള സൗകര്യം കൂടെയാണ് ഒരുക്കിയിരിക്കുന്നത്. വർക്ക്ഷോപ്പ് മാത്രമല്ല, മൂന്നാറിൽ ഓടുന്ന ഡബിൾ ഡക്കർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം രംഗത്തെ ചർച്ചാ വിഷയമാണ്. ആരുണ്ടാക്കി? അശോക് ലൈലൻഡ് കമ്പനിക്കാരൻ ഞങ്ങളോട് ചോദിച്ചു, ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരിക്കുമ്പം, സാറേ ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്ന് ചോദിച്ചു. പാപ്പനംകോട്ട മിടുക്കന്മാരായ നമ്മുടെ മെക്കാനിക്കലും എഞ്ചിനീയർമാരാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ അഭിമാനിക്കണം. ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത് ഞാനാണെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ. രണ്ടാമത്തെ വണ്ടി റെഡിയാവേണം, അതിനേക്കാൾ മനോഹരമായിരിക്കും ഈ വണ്ടി, അതിനേക്കാൾ മനോഹരമായിരിക്കും. എന്താണ് പറയുന്നത്? ആ ഡബിൾ ഡക്കർ ഇവിടെ ഉണ്ടാക്കി. നിങ്ങൾ തന്നെ വിചാരിച്ചോ, മൂന്നാറിൽ ആ ഡബിൾ ഡക്കറിന് ഒരു ദിവസം KSRTC ചെലവ് 13,000 രൂപ മാത്രമേ ഉള്ളൂ. ഒരു ശരാശരി KSRTCയുടെ ഒരു കണ്ടക്ടർ അതിൽ നിന്ന് പൈസ മുട്ടിച്ച ദിവസങ്ങളിലല്ലാത്ത എല്ലാ ദിവസവും, അത് KSRTC തന്നെ പിടിച്ചത്, നമ്മളൊന്നും പറയില്ല, വിജിലൻസാണ് പിടിച്ചത്. ആ ദിവസങ്ങൾ ഒഴിച്ച് എല്ലാ ദിവസവും 48,000 രൂപ വരെ പ്രതിദിനം, 40,000 രൂപ മുതൽ 48,000 രൂപ വരെ ലാഭം ഏതാ എല്ലാ ചിലവും പോയിട്ട് ആ വണ്ടിക്ക്. ഇതൊക്കെ മനസ്സിലാക്കണം. ഓരോ യൂണിറ്റും നമ്മൾ ലാഭത്തിൽ നടത്തണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു ടാർഗറ്റ് തന്നു കഴിഞ്ഞ ദിവസം KSRTC ഉദ്യോഗസ്ഥർക്ക്, അത് 10 കോടി 19 വർഷത്തിലേക്ക് പോയത് ഓണമാണെന്ന് വിചാരിക്കാം. ഇപ്പം പൂജ കഴിഞ്ഞ് വന്ന ദിവസം എന്താ സംഭവിച്ചത്? നമ്മൾ പുതിയ വണ്ടികൾ വാങ്ങിച്ചു, അതിന് അധികമായ പബ്ലിസിറ്റി വന്നു. മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പബ്ലിസിറ്റി വന്നു. ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ 15 മിനിറ്റാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ 15 മിനിറ്റ് KSRTC 60 കോടിയുടെ പരസ്യം ഉണ്ടാക്കി, 60 കോടിയുടെ പരസ്യം ഉണ്ടാക്കിയത് ആ 15 മിനിറ്റ്. അദ്ദേഹം ഓളോ ബസ്സിൽ കയറിയെന്നു. അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി മുടവമ്മോൾ വണ്ടിയൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ തന്നെ ഒരുക്കിയതല്ലേ. അതിൻ്റെയൊക്കെ പരസ്യം എന്താണ്? എത്ര കോടി രൂപ കൊടുത്താൽ കിട്ടും അത്രയൊരു പരസ്യം. അതാണ് ജനങ്ങളെ KSRTCയിൽ ആകർഷിക്കുന്നത്. വൃത്തിയുണ്ട്, ഇപ്പം സമയത്ത് വരും, കൃത്യമായി പോകും, വഴി കിടക്കില്ല, കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും നല്ല പെരുമാറ്റം. ഇത് തന്നെയാണ് KSRTCയുടെ കളക്ഷൻ കൂടുന്നത്. നല്ല മനോഹരമായ വണ്ടികൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഒരു മൊബൈലിൽ കയറി ഒരു യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ റീൽസ് വരുന്ന മുഴുവൻ KSRTCയുടെ വണ്ടി രാജാവിനെ പോലെ ഇറങ്ങി വരുന്ന ചിത്രങ്ങൾ. ഞാൻ മൊണ്ടി മുടങ്ങി പോകുന്ന വണ്ടിയല്ല. ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെ ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് KSRTCയുടെ ത്രിവർണ്ണ പതാകയുടെ നിറമുള്ള വണ്ടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു KSRTC ജീവനക്കാരനും രോമാഞ്ചം കൊള്ളും. 25 ലക്ഷം പേരൊക്കെയാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ താഴെ 25 ലക്ഷം പേര്. അപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ കുഴപ്പം എന്താ? നേരെ KSRTCയുടെ നേരെ കയറിക്കൊണ്ട്. ഇന്ന് മാതൃഭൂമി പത്രത്തിലായിട്ട് ഒരു വാർത്ത കണ്ടു, യൂട്യൂബ് ഓൺലൈനിൽ കണ്ടേ. UK ഡ്രൈവറുടെ ശമ്പളം 1,600 പൗണ്ട്. ഒരു വിരോധവുമില്ല. 4 വണ്ടി മാതൃഭൂമി ഏൽപ്പിക്കാം, നിങ്ങൾ ഓടിക്കുക, ഡ്രൈവർക്ക് ഇതിന് തുല്യമായ ശമ്പളം കൊടുക്കുക. കാരണം ഇത് കേരളമാണ്, ഇത് KSRTCയാണ്. ഒരു വിരോധമില്ല. 4 വണ്ടി ഒരു മാതൃക എന്ന നിലയിൽ ഏൽപ്പിക്കാം. എഴുതുമ്പോൾ അത് കാണിച്ചു തരാനുള്ള തയ്യാറാണ്. 1,600 പൗണ്ട് ശമ്പളമുണ്ട് എന്ന് എഴുതിയാൽ KSRTC ഡ്രൈവർക്ക് കുറവാണെന്ന് പറയുന്നത്. ഇത് കേരളം, അത് UK. ഇവിടെയും ആണെങ്കിൽ ഞങ്ങൾ 4 വണ്ടി തന്നേക്കാം, അത് ഓടിച്ചിട്ട് 1,600 പൗണ്ട് ശമ്പളം കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ല ആരോടും. അപ്പം ഇതൊക്കെ പറയുമ്പം നടക്കുന്ന കാര്യം പറയണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് ഒരുപാട് കടമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 2,500 കോടി രൂപയുടെ കടമുണ്ട് KSRTC. 2,700 കോടിയുടെ കടബാധ്യതയുണ്ട് KSRTC കേരളത്തിലെ എല്ലാ ബാങ്കുകളുമായിട്ട്, ഇന്ത്യയിലെ പല ബാങ്ക് കൺസോർഷ്യത്തിന്. ഒരു ദിവസം 1,19,00,000 രൂപ നമ്മൾ അടയ്ക്കുന്നുണ്ട്. നിങ്ങൾ പറയും ഇയാൾക്ക് ആനുകൂല്യം തന്നൂടെ, ഇയാൾക്ക് അത് തന്നൂടെ. ഇത് ഈ ശമ്പളം തരാൻ അതിനെ പെടുന്ന പാടെന്ന് അറിയാം. ഓവർ ഡ്രാഫ്റ്റിൽ ഓടുകയാണ്. ഒരു മാസം ഈ ശമ്പളം തരാൻ വേണ്ടി നിങ്ങൾക്ക് പണമെടുക്കുന്ന വകയിൽ 50-52 ലക്ഷം രൂപ പലിശ കൊടുക്കുകയാണ് KSRTC. അപ്പോൾ ഇച്ചിരി ദാരിദ്ര്യവും പിശുക്കൊക്കെ കാണിക്കും. അതിനോട് എല്ലാവരും സഹകരിക്കണം. തൽക്കാലം ചില കട്ടിങ്ങുകളൊക്കെ ഉണ്ടാവും. ആ കട്ടിങ്ങുകളിലൊന്നും ബലം പിടിക്കണ്ട, വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട, സമരം ചെയ്യാൻ നിൽക്കേണ്ട. ആളുകൾ ശരിക്കും, കാരണം ഇവർക്ക് സ്ഥലമായ ശമ്പളവും 1-ാം തീയതി ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഇവർ സമരത്തിന് ഇറങ്ങിയോ എന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ട് കളിയാക്കിക്കരുത്. ഇപ്പം തൽക്കാലം സമരത്തിനൊന്നും പോകണ്ട. ഒരു 6 മാസം നിങ്ങൾ എൻ്റെ കൂടെ പിടിച്ചു നിൽക്കുക, നമുക്കിതിനെ കരകയറ്റാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കൂ, ഞാൻ മന്ത്രിയായി വരുമ്പോൾ KSRTCക്ക് ആരും കടം തരില്ല. KSRTC D കാറ്റഗറിയിലായിരുന്നു. എൻ്റെ പരിശ്രമ ഫലമായി ഞാൻ മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ധനകാര്യമന്ത്രിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കോടിക്കണക്കിന് രൂപയാണ് ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അടക്കമുള്ള ക്യാബിനറ്റ് KSRTCക്ക് അനുവദിച്ചു തന്നത്. ആ പണം കൊണ്ടാണ് KTDFCയുടെ കടം തീർത്തത്. 600 കോടി രൂപയാണ് 656 കോടി രൂപയാണ് KTDFCയുടെ കടം സർക്കാർ എഴുതി തള്ളിയത്. KSRTC കൊടുക്കാനുണ്ടെന്നുള്ള കണക്കാണ്.
സത്യത്തിൽ കൊടുക്കാനില്ല. പലിശയും പലിശയുടെ പലിശയായിട്ട് പഴയ കടം കൊടുക്കാനിടന്നവർ എഴുതി വെച്ച പണം മുഴുവൻ സർക്കാർ എഴുതി തള്ളി. ഇടതുപക്ഷ മുന്നണി സർക്കാർ. ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടാണ് അദ്ദേഹം എഴുതി തള്ളിയത്. ക്യാബിനറ്റിൽ വെച്ച് എഴുതി തള്ളി. അപ്പോൾ നമ്മൾ കടത്തിൽ നിന്ന് മോഹിച്ചു. നമ്മൾ ഡി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ബാങ്കും നമുക്ക് 1 രൂപ പോലും കടം തരില്ലായിരുന്നു. ഏത് 2000 ഞാൻ മന്ത്രിയായി വരുമ്പോൾ. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? അത് സി കാറ്റഗറിയായി. അപ്പോൾ നമുക്ക് കടം തരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. സർക്കാർ 50 കോടി തരും, ബാക്കി നമ്മളെ കളക്ഷൻ എടുക്കും. ഈ 50 കോടി കിട്ടാൻ താമസിച്ചാൽ നമ്മൾ കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും. ഈ കഴിഞ്ഞ മാസം 20 കോടി ഇനി കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലവ് കുറയ്ക്കാൻ നിങ്ങൾ എന്നോട് സഹകരിച്ചേ പറ്റൂ. കാരണം ഇത് ഷാജി സെക്രട്ടറിയുടെ ഉദ്യോഗസ്ഥനാണ്. ഇപ്പം മുറുക്കാങ്കട നടക്കാണ് അദ്ദേഹം നടത്തുന്നത്. കാരണം കാശ് ഞങ്ങളിങ്ങനെ എണ്ണി വെച്ചിരിക്കുകയാണ്. 168 അക്കൗണ്ട് ഉണ്ടായിരുന്നു KSRTC. 168 ബാങ്ക് അക്കൗണ്ട്. ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവന്നു. എന്താ പലിശ കൊടുക്കാതിരിക്കാൻ വേണ്ടി എല്ലാം കൂടി കൊണ്ടുവന്ന് ഒരിടത്തിടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. അപ്പോൾ എന്ത് പറ്റി? ഇത് കുറഞ്ഞു വന്നു. കാരണം എല്ലാ മാസവും ലോൺ എടുക്കുന്നു, കൃത്യമായി അടയ്ക്കുന്നു, വീണ്ടും ലോൺ എടുക്കുന്നു. ഇത് വന്നതുകൊണ്ട് നമ്മൾ സി കാറ്റഗറിയിൽ നിന്നും BB കാറ്റഗറിയിലേക്ക് വന്നു. ജീവനക്കാർ മനസ്സിലാക്കണം എന്താ സംഭവിക്കുന്നത്. ഈ BB കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ലോണിൽ ഒരു ചെറിയ ശതമാനം, ഒരു 0.25% കിട്ടിയാലും മതി. 2% പലിശ കുറഞ്ഞു കിട്ടും. 2700 കോടി രൂപയ്ക്ക് 2% പലിശ കുറഞ്ഞു കിട്ടിയാൽ എത്ര കോടി രൂപയുടെ നേട്ടം ഈ സ്ഥാപനത്തിൽ ഉണ്ടായി നോക്കണം. ഇതാണ് പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ജനാധിപത്യത്തിൽ ജനങ്ങളെ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങൾ ഇങ്ങനെ ഭരിക്കണം. പറയുമ്പോൾ പിണക്കം തോന്നരുത്. പ്ലാസ്റ്റിക് കുപ്പി ഇട്ട വഴക്ക് പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ഇടാൻ പാടില്ല. ജനങ്ങളുടെ മുമ്പിൽ പരിഹാസം മാത്രമാവരുത്. മികച്ച പ്രകടനം കാണിക്കുന്ന കണ്ടക്ടർമാരും ഡ്രൈവർമാരും മാന്യമായ പെരുമാറ്റം, കരുണയോടുള്ള പെരുമാറ്റം, ഇതെല്ലാം സത്യസന്ധന്മാർ. 6 പവന്റെ മാല കളഞ്ഞു കിട്ടിയാൽ നേരെ കൊണ്ടുവന്ന് കൊടുക്കുന്ന സത്യസന്ധൻ. ഇവരുടെ ഇടയിൽ ചില വേലത്തരങ്ങൾ കാണിക്കുന്ന ആളുകളുടെ അഭ്യാസങ്ങൾക്ക് ആര് പിന്തുണ കൊടുത്താലും ഞാനത് അംഗീകരിക്കത്തില്ല. ഇനി അതിൻ്റെ പേരിൽ എന്ത് കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് എല്ലാവരും ട്രേഡിയുണ്ട്. ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു അവസരത്തിൽ നിങ്ങൾ രാഷ്ട്രീയമെല്ലാം മറന്നിട്ട് ഇത് രക്ഷപ്പെടുത്തുക. ഇതിൽ നമുക്ക് നിലനിൽക്കണം, നമുക്ക് ജീവിക്കണം. നമ്മളെ മക്കൾക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ബാങ്കിൽ വരുന്ന പൈസ നേരെ ബാങ്കുകാർ കൊണ്ടുപോകും. ലോൺ എടുത്ത പൈസ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനും പലവ്യഞ്ജനക്കടയിലെ കടം തീർക്കാനും പച്ചക്കറി വാങ്ങിക്കാനും നിങ്ങൾ കടം വാങ്ങിക്കേണ്ട ഗതി ഉണ്ടായിരുന്ന ഒരു 6 മാസം മുമ്പ് നിങ്ങൾ ഓർക്കണം. അത് മറന്നിട്ട് എനിക്കെതിരെ സമരം ചെയ്യുന്നതിലും CMDക്കെതിരെ സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ചീത്ത വിളിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ കോലം കത്തിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ആളാണ്. കാരണം അത്രയും കൂടെ ഞാൻ വലിയവനായല്ലോ എന്ന് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ നന്മയ്ക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ ചൂഷണം ചെയ്യാനല്ല. ഈ പ്രസ്ഥാനം നിലനിന്നാലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഞാൻ പറയാം, ഇലക്ഷൻ വരും, പൊതു തെരഞ്ഞെടുപ്പ് വരും 6-7 മാസം കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് ആര് കേരളം ഭരിക്കും, ആര് മന്ത്രിയാവും, ദൈവം തമ്പുരാനെ പറയാനൊക്കും. അപ്പം ഞാൻ അത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനാണോ ഇത്? അല്ലല്ലോ. ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനാണോ? അല്ല, നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, KSRTC ജീവനക്കാർക്ക് സന്തോഷം വന്നു, ഓണം ആഘോഷിച്ചു. മറക്കരുത്, എത്ര നാളിന് ശേഷം ഓണം ആഘോഷിച്ചേ? അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ അത്തപ്പൂ ഇട്ട് ഓണം ആഘോഷിച്ചില്ലേ? രാഷ്ട്രീയം മറന്ന്, ജാതി മതങ്ങൾ മറന്ന് ഞങ്ങൾ KSRTC ജീവനക്കാർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓണം ആഘോഷിച്ചില്ലേ? മറക്കരുത്. നിങ്ങൾ ആഘോഷിച്ചപ്പോൾ ഞാനും സന്തോഷിച്ചു. ചില പരിപാടികൾ ചില സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാൾക്കെതിരെ 2 മുദ്രാവാക്യം വിളിക്കണം. എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴങ്ങത്തില്ല. അത് ധിക്കാരമായിട്ട് ആരും കാണരുത്. ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്കിത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന സാധനമൊന്നും അല്ല, കൊണ്ടുപോകത്തുമില്ല. എനിക്ക് ആരുടെ ഒരു പൈസയും വേണ്ട, ഒരു ആനുകൂല്യം വേണ്ട. ഞാൻ ഇടിക്ക് നടന്ന് പൊടിയും തട്ടി എപ്പോഴെങ്കിലും എണ്ണിച്ചാൽ മടിയില്ലാത്തതാണ്. ഇതിന് മുമ്പ് ഞാൻ മന്ത്രിയായിട്ടുണ്ട്, എൻ്റെ ഇഷ്ടത്തിന് കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. എൻ്റെ അച്ഛന് മിനിസ്റ്റർ ആകാൻ വേണ്ടി ഞാൻ മന്ത്രിസ്ഥാനം പറയുന്നതിന് മുമ്പേ എടുത്ത് കളഞ്ഞിട്ട് പോയാണ്. അച്ഛൻ പോലും അറിയുന്നതിന് മുമ്പേ രാജിക്കത്ത് എഴുതി കൊടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും. എനിക്ക് ദൈവം സഹായിച്ചൊരു പണി അറിയാം. ആ പണിയെടുത്ത് ജീവിക്കാൻ അന്തസ്സും അഭിമാനമേ ഉള്ളൂ. ഞാനത് ചെയ്യും. അതിലെനിക്കൊരു വിഷമവുമില്ല. പക്ഷേ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവരുത്. നിങ്ങളുടെ നന്മയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിധത്തിൽ ഇതിനെ കരകയറ്റാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി, നമുക്ക് 2.5 കോടി ലാഭം കിട്ടി, വെറുതെ അല്ല, നല്ലതല്ലേ? പോരട്ടെ, കിട്ടുന്നതെല്ലാം പോരട്ടെ. ബഡ്ജറ്റ് ടൂറിസം എന്താ? കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് ടൂറിസം ഇതേ മാസത്തിൽ 1,53,00,000 രൂപയാണ് സമാഹരിച്ചെങ്കിൽ ഇക്കൊല്ലം അത് 3.5 കോടി രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത്. 3.5 കോടി രൂപ ഇവിടെ പോയി നേരെ ഇരട്ടിക്ക് മാറിപ്പോയെന്ന് ആലോചിക്കാം. എല്ലാ ക്ഷേത്രങ്ങളിലേക്കും എല്ലാ പള്ളികളിലേക്കും തമിഴ്നാട്ടിലെ അടക്കമുള്ള ദേവാലയങ്ങളിലേക്ക് പിൽഗ്രിം ടൂറിസം ആരംഭിക്കുകയാണ്. എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ ചെന്നിറങ്ങുന്നവർക്ക് ഒരു പ്രത്യേക ക്യൂവും പ്രത്യേക സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായി ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി മുഖാന്തരം ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ KSRTC എന്താണ്? ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട വള്ളസദ്യ. KSRTC ജീവനക്കാരുടെ മിടുക്ക് നിങ്ങൾ മനസ്സിലാക്കണം.
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 850-ലധികം ട്രിപ്പുകൾ ഓണസദ്യ ഉണ്ണാൻ, വള്ളസദ്യ ഉണ്ണാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. പിറവത്ത് നാലമ്പല ദർശനം, എല്ലാ സ്ഥലത്തും 10-600 വണ്ടിയാണ് ഓടിയത്. ട്രിപ്പുകളാണിതെല്ലാം. എല്ലാം നിങ്ങളുടെ കണക്കുകളെല്ലാം സോഫ്റ്റ്വെയറിലാണ്. ഇനി വണ്ടി ഓടാൻ പോകുന്നതും ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നതും ഒരു സോഫ്റ്റ്വെയറാണ്. AI അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ആദ്യമായി, ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇന്ത്യയിൽ ആദ്യമായി KSRTC ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. AI അസിസ്റ്റ് ചെയ്യുന്ന, വഴിവരിയായി വണ്ടികൾ പോകാതിരിക്കാൻ, ഡെഡ് മൈലേജ് ഓടാതിരിക്കാൻ, അതിനു വേണ്ടിയാണ് ഒരു പുതിയ സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം 2-3 ആഴ്ചക്കുള്ളിൽ തുടങ്ങും. ചലോ ആപ്പ് വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മളെ കളക്ഷൻ കൂടാനുള്ള കാരണം എന്താ? ഈ കാർഡാണ്. 75,000 കാർഡ് അടിച്ചു, തീർന്നു. അത് കഴിഞ്ഞ് 30,000 കാർഡ് വന്നു, അതും തീർന്നു. 40,000 കാർഡ് കൊടുത്തിട്ടുണ്ട്, അതും തീർന്നു. വടക്കൻ ജില്ലകളിലാണ് കൊടുത്തത്. 5 ലക്ഷം കാർഡുകൾ അടിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കൺസെഷൻ, ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയും, ഞങ്ങൾ കാർഡിലാക്കുള്ള ഗുണം തരിക, നിങ്ങളുടെ ജോലി കുറയാണ്. മറ്റത് കുത്തിയിരുന്ന് വരയ്ക്കുകയില്ലേ, 8 ദിവസം കുണിച്ച് അടുത്ത 2 ദിവസം വെട്ടി, ഒന്നുമില്ല, പഞ്ചീതം കൊടുക്കുകയാണ്. 25 ദിവസം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തു. ശനി ഞായറും സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ച് എല്ലാ ദിവസവും ട്യൂഷൻ ആണെങ്കിലും ഉപയോഗിച്ചു. പക്ഷേ പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, തീർന്നു. പഞ്ച് ചെയ്യുന്നതനുസരിച്ച് തീർന്നു. പിന്നെ അടുത്ത മാസമേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കാർഡാക്കി കൊടുത്തു. നമ്മുടെ കാർഡ് വന്നു. ഇനി ചലോ ആപ്പ് വന്നു. ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. 2.5 ലക്ഷം പേരെ ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. 12 ലക്ഷം പേര് ഡൗൺലോഡ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു 10 ലക്ഷം കാർഡെങ്കിലും വിതരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചില്ലറയ്ക്ക് വഴക്കില്ല, കണക്കിൽ കുഴപ്പമില്ല, മോഷ്ടിച്ചു എന്ന് പരാതിയില്ല, ടിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല എന്നുള്ള പരാതിയില്ല. എല്ലാം തീരും ഈ കാർഡ് വരുന്നതോടെ. എല്ലാ ഡെബിറ്റ് കാർഡും എടുക്കുന്നു. കഴിഞ്ഞ 1 മാസം മുമ്പ് കണക്കെടുത്തപ്പോൾ 7.5% ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. മെനഞ്ഞാന്നത്തെ കണക്കനുസരിച്ച് 14.3% ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വർദ്ധിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വലിയ ഗുണം ചെയ്യും. നമ്മൾ ഏറ്റവും പരിഷ്കൃതമായ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി മാറും. ഇപ്പോൾ വണ്ടി വന്നപ്പോൾ കണ്ട, നമ്മളെ വെല്ലാനൊരു വണ്ടി ഇന്ത്യയിൽ ഒരാടയിലും ഇല്ല. ഉണ്ടോ? ഒരാടയിലും ഇല്ല. നമ്മുടെ വണ്ടി ഇന്ത്യയിൽ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഇല്ല. മറ്റെല്ലാ ട്രാൻസ്പോർട്ടും, ഞങ്ങൾ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് വന്നത്. അവരെ BPKM 36, കർണാടകയിൽ 38. നമുക്ക് EPKM ഇപ്പോൾ എത്ര? ഇന്നലെ നമ്മൾ കണക്കെടുത്ത് ശരാശരി 52 വരുന്നുണ്ട്. നമ്മളാരും പുറയിലും മണ്ടനൊന്നും അല്ല. നമ്മൾ അവരെക്കാലം മുമ്പിലെത്തിയിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഇവിടെ നട്ടത്തിൽ കിടന്ന നിരങ്ങയാണ്. അതെ, നമ്മൾ ഒരുപാട് കടം വാങ്ങിച്ചു കൂട്ടി. കഴിഞ്ഞ കാല കെടുകാര്യസ്ഥത ഒരുപാട് കടം, 2700 കോടിയുടെ കടം. ഇതെല്ലാം ഓരോന്ന് എണ്ണിപ്പറക്കി കണക്ക് കൂട്ടി പാടുപെടുമ്പോൾ ഇച്ചിരി മനപ്രയാസം തോന്നും. ഒരു വണ്ടി വരുമ്പം അതിനെ നശിപ്പിച്ച് കൊണ്ടുനടക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. അത് എനിക്ക് വേണ്ടിയല്ല, യാത്രക്കാരതിൽ കയറണം. നല്ല വസ്ത്രം, എല്ലാ ഹോട്ടലും, നല്ല ഹോട്ടലുകളിൽ വെച്ചു. അപ്പോഴും പത്രങ്ങളിൽ പോയി രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? എല്ലാ സ്ഥലത്തും നമ്മൾ KSRTC ഉദ്യോഗസ്ഥർ അക്രഡിറ്റ് ചെയ്ത ഹോട്ടൽ, ലേഡീസിന് 2 ടോയ്ലറ്റ്, പുരുഷന്മാർക്ക് 2 ടോയ്ലറ്റ്, നല്ല കിച്ചൺ, നല്ല ഫുഡ്, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ എന്ന് പറഞ്ഞു. വേറെ ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. 10 രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഫാമിലിയായി ആളുകൾ വണ്ടിയിൽ കയറാൻ തുടങ്ങി. ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ നമ്മൾ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനുമായി ഇന്നലെ ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങളത് നിയമസഭയിൽ പറയൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ക്യാൻസർ രോഗികളായ പേഷ്യൻസിന് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ വണ്ടികളിലും കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിലേക്കും കീമോതെറാപ്പി ചെയ്യാനും റേഡിയേഷൻ ചെയ്യാനും പോകുന്നവരാണെങ്കിൽ അവർക്ക് യാത്ര പൂർണ്ണമായി സൗജന്യമാക്കിയിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. കാരണം ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം, പണമുള്ളവർ കാറിൽ കീമോ ചെയ്യാൻ പോകും, റേഡിയേഷൻ ചെയ്യാൻ പോകും. അല്ലാത്തവർ ട്രെയിനിൽ പോകും. ഏറ്റവും പാവപ്പെട്ടവർ KSRTC ആശ്രയിക്കും. അവർക്കാണ് ഈ സൗജന്യം. ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരനാണ് ഈ സൗജന്യം. കേരളത്തിൽ എവിടെ ഇപ്പോൾ കോഴിക്കോട്ടിരിക്കുന്ന ആൾ, ഞാൻ തന്നെ അതിൻ്റെ സിസ്റ്റം എഴുതി ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഡോക്ടർ പറയണം, ഇന്ന പേഷ്യൻ്റ് കോഴിക്കോട് നിന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് റേഡിയേഷൻ വേണ്ടി വരികയാണ്, അല്ലെങ്കിൽ കീമോയ്ക്ക് വരികയാണ്, ഇദ്ദേഹത്തിന് 6 മാസത്തേക്ക് ചികിത്സ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്ക് കൺസെഷൻ അടിച്ച് കൈ കൊടുക്കും. മാത്രമല്ല ഇവർക്ക് റിസർവേഷനും അനുവദിക്കും. കാരണം വയ്യാത്ത ആളുകൾ ചിലപ്പോൾ വണ്ടി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് റിസർവേഷനും സൗജന്യമായി അനുവദിക്കും. കാരണം അവർ റിസർവ് ചെയ്യാം, അവരെ കൂടെ ഉള്ളവർക്ക് റിസർവ് ചെയ്യാം. പക്ഷേ ഇവർക്ക് ടിക്കറ്റിന് പൈസ കൊടുക്കേണ്ട, മറ്റവർക്ക് കൊടുത്താൽ മതി. ഇതുകൊണ്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കിയോ, ഇതുകൊണ്ടൊന്നും KSRTC നശിക്കില്ല. അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം വേറെയാണ്. ഡീസൽ ലാഭിക്കും. ഡ്രൈവിംഗ് സ്കൂൾ പോലെ തന്നെ വികാസ് ഭവനിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പുക പരിശോധന കേന്ദ്രം ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ KSRTC പുക പരിശോധന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ്. നമ്മൾ തന്നെ 5000 വണ്ടി പുക പരിശോധിക്കാൻ 6 മാസത്തിലൊരിക്കൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്മൾ വല്ലവർക്കും കൊടുക്കുന്നുണ്ട്. അതിന് കൊടുക്കുന്നില്ല, ഇനി അകത്ത് കിടക്കട്ടെന്ന് വിചാരിച്ച്. അത് നമ്മൾ പുറത്തുള്ള വണ്ടികളും പുക പരിശോധിച്ച് കൊടുക്കും. പുറത്തുള്ള വണ്ടിയും പുക പരിശോധിച്ച് കൊടുക്കും. നമ്മൾ പുക പരിശോധന വാഹനങ്ങളെ മൊത്തം
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ എടുത്തതുപോലെ സാമർഥ്യത്തോടെ നമ്മൾ പെട്രോൾ പമ്പ് തുടങ്ങി, നമ്മൾ സാമർഥ്യത്തോടെ ഇനി ഈ പുക പരിശോധന കേന്ദ്രം നമ്മൾ പുക പരിശോധന കേന്ദ്രം എടുത്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പുക കറക്റ്റായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും. അത് നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കും. അതുകൊണ്ടാണ്, അല്ലാതെ രണ്ട് ലാഭങ്ങളാണ്. ഒന്ന്, വണ്ടി പരിശോധിക്കാൻ പുറത്ത് കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണ്ട, അത് ലാഭം. നമ്മൾ കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ വണ്ടിയുടെ ഡീസൽ മൈലേജ് കൂടും, അത് നമുക്ക് ലാഭം. വലിയ ലാഭം, ഇതിനേക്കാളും വലിയ ലാഭം. മറ്റേ ചെറിയ ലാഭമല്ല, ഇത് വലിയ ലാഭം. ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലായി. നിങ്ങളെ 24 മണിക്കൂറും ഒരു AI പ്രവർത്തിക്കുന്ന പോലെ ഇങ്ങനെ പ്രവർത്തിച്ച് ഇത്തരം ആശയങ്ങൾ ഉണ്ടാക്കി ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കാണ് ശ്രമിക്കുന്നത്. അതിനെല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇത് അന്തസ്സായൊരു വിജയം. കേരളത്തിലെ ബിസിനസ് പഠിക്കുന്നവർ, ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുന്നവർ KSRTCയുടെ മാനേജ്മെൻറ്റ് ഒരു പാഠപുസ്തകമായി എടുത്ത് പഠിക്കുന്ന ദിവസം ഉണ്ടാകും എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മതി. നമ്മുടെ സ്ഥാപനം ഇന്ത്യയിലെ മറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും നട്ടത്തിലോടുന്ന സ്ഥാപനങ്ങളും നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ടായി, മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. വിദഗ്ധരായ ആരോട് വേണോ ചോദിച്ചോളൂ, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഈ ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിച്ച് ഒരു ആനുകൂല്യം കൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ റേറ്റാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ 20% കുറവുണ്ട്. ആ 20%-ഓടൊപ്പം ട്രാൻസ്ജെൻഡേഴ്സിനും 20% കുറച്ചതായി പ്രഖ്യാപിക്കുന്നു. അവരെ പഠിക്കാനുള്ള ഫീസിൽ 20% കുറവും അവർക്ക് അത് അനുവദിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു വാക്ക്, അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പുമായി ചേർന്ന് 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പ് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ബഡ്ജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട സ്കൂളുകളെ കുട്ടികൾക്കുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊരു പരിപാടിയാണ്. അത് അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് സിലബസിൻ്റെ ഭാഗമാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ബാധകമാണ്. അപ്പം അദ്ദേഹം അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ സ്കൂളുകളിലെയും കുഞ്ഞുങ്ങളെ KSRTC വണ്ടിയിൽ കുറഞ്ഞ ചെലവിൽ ഒരു പകൽ യാത്ര ചെയ്ത് ആ ജില്ലയിലെ ആ പ്രദേശത്തെ KSRTCയുടെ സെൻട്രൽ വർക്ക്ഷോപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്താനുള്ള ഒരു സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി തരണം എന്നതോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മാവേലിക്കരയിൽ ട്രയൽ റണ്ണായി ആരംഭിച്ച സ്റ്റുഡൻസ് പോലീസ് പോലെ ട്രാഫിക് റോഡ് സേഫ്റ്റി കേഡറ്റ് എന്ന പദ്ധതി വരെയാണ്. ഒരു സ്കൂളിൽ നിന്നും അദ്ദേഹം എത്ര സ്കൂൾ വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. അവരെ ഗ്രേസ് മാർക്ക് അദ്ദേഹം തീരുമാനിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം, ഞാൻ സ്ഥലത്തില്ലെങ്കിലും നാളെ അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും പ്രമോദ് ശങ്കറിനെയും വിളിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായിട്ട് സംസാരിച്ച് അദ്ദേഹം അതിലൊരു തീരുമാനമെടുത്താൽ സ്റ്റുഡൻസ് പോലീസ് പോലെ NCC പോലെ ഒരു ഗ്രേസ് മാർക്ക് നമ്മൾ കൊടുത്താൽ ഒരു സ്കൂളിൽ ഒരു 30-40 കുട്ടികളെ റോഡ് സേഫ്റ്റി കേഡറ്റുകളായി പരിശീലിപ്പിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് രംഗത്തിറക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം അതിൽ നടപടിയെടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടത്. അദ്ദേഹം അത് സ്വീകരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്താൽ കേരളത്തിലൊരു ട്രാഫിക് പരിഷ്കരണ രംഗത്ത് റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ പുതിയ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നതോടെ വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ IDTRൻ്റെ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ നിന്നും വലിയ ലാഭം KSRTCക്ക് ഉണ്ടാവും. കേരളത്തിലെ IDTRൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻ്ററാണ് ഏറ്റവും പാപ്പനംകോട് ചെയ്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് IDTRൽ പഴയ എഞ്ചിൻ എടുത്ത് പൊളിച്ച് അത് വർക്കിംഗ് മോഡലൊക്കെ ആക്കിയത്. ഇവിടെ നിങ്ങൾ തന്നെ, ഇവിടുത്തെ മിടുമിടുക്കന്മാരായ മെക്കാനിക്കുകൾ തന്നെ ഈ സർവ്വസാധനം 5 പൈസ ചിലവില്ലാതെ ഇവിടെ ഉണ്ടാക്കിയ കാര്യത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവിടെ കണ്ടതിനേക്കാൾ അവർ 6 ലക്ഷം രൂപ എടുത്താൽ കണ്ട് ഉണ്ടാക്കിയതാണ്. 6-10 ലക്ഷം രൂപയ്ക്കാണ്. 1 പൈസ ചിലവാക്കാൻ നിങ്ങൾ അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇവിടെ ഉണ്ടാക്കി. എക്സ്പോ നടത്തി. ഇന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞു, ചേട്ടാ ആ എക്സ്പോ KSRTCയുടെ കലക്കം പരിപാടിയായിരുന്നു. നമ്മൾ വണ്ടി വാങ്ങി ഒളിച്ചുകൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്തില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി വാങ്ങിച്ചു, ഒളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യില്ല. നാളെ പരസ്യമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യും, ഒളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യില്ല. KSRTC വണ്ടി വാങ്ങിച്ചു, അത് പരസ്യമായി എക്സ്പോ നടത്തി ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം എക്സ്പോ നടത്തി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. നിങ്ങൾ സന്തോഷത്തോടെയല്ലേ കയറ്റി കാണിച്ചത്? അതിനകത്തോട്ട് നമ്മുടെ സ്റ്റോളുകൾ എത്ര സന്തോഷത്തോടെയാണ് ആളുകൾ കണ്ടത്. KSRTCയുടെ സ്റ്റോളൊക്കെ ബഡ്ജറ്റ് ടൂറിസം എത്ര നന്നായി എക്സിക്യൂട്ട് ചെയ്തു. കലാപരിപാടികളും പാട്ടും, നമ്മൾ നല്ല പാട്ട് ഗാനമേള നടത്തിയില്ലേ, അല്ല കലാപരിപാടി നടത്തിയില്ലേ ജീവനക്കാരുടെ? നിങ്ങൾ പ്രതീക്ഷിച്ചു അങ്ങനെ പരിപാടി വരുമെന്ന്? ഗംഭീര പരിപാടിയല്ലായിരുന്നോ? അതുകൊണ്ട് എന്തു പറ്റി? ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പാടാൻ ആളുണ്ട്, ഓർക്കസ്ട്രയ്ക്ക് ആളുണ്ട്. എല്ലാ ഓർക്കസ്ട്രയ്ക്കും ആളില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എല്ലാ ഓർക്കസ്ട്രയും നമ്മുടെ ആളുകൾ തന്നെ പാടണം. എന്നിട്ടൊരു വണ്ടി എടുക്കുന്നു. ആ വണ്ടിയിൽ KSRTC ഗാനമേള ട്രൂപ്പ് ഒരു സ്ഥലത്ത് പോയി ഗാനമേള നടന്നു, കയ്യടി വാങ്ങിക്കുന്നു. ആ കയ്യടി KSRTCക്കുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ്
ടീമിനെ, KSRTCയുടെ ക്രിക്കറ്റ് ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്ത രീതിയിൽ ആ നിലയിൽ അല്ല, ചുമ്മാ ആക്രിക്കുറിയൊന്നും അല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ശക്തമായൊരു KSRTC ക്രിക്കറ്റ് ടീമിനെ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയും കൂടെ അറിയിക്കുകയാണ്. അതിൻ്റെ പ്രപ്പോസൽ പ്രമോദ് ശങ്കറിന് സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ച ശേഷം ക്രിക്കറ്റ് ലീഗിലടക്കം പങ്കെടുക്കാൻ ഏറ്റവും പ്രധാന ക്രിക്കറ്റ് മത്സരങ്ങളിൽ KSRTC ടീം പങ്കെടുക്കത്തതിലുള്ള ഏറ്റവും ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സെലക്ടർമാരെ കൊണ്ടുവന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കളിക്കാരെ സെലക്ട് ചെയ്ത് ഒരു മനോഹരമായ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കും. അത് എന്തിനെന്ന് വെച്ചാൽ അത് ചെന്ന് കളിക്കുമ്പോൾ അത് ട്രോഫി നേടുമ്പോൾ അതിൻ്റെ അഭിമാനം KSRTCക്ക് ആയിരിക്കും. നഷ്ടപ്പെട്ടതെല്ലാം KSRTC തിരിച്ചു പിടിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനപ്പുറവും നമ്മൾ പിടിക്കും. ഒറ്റക്കെട്ടായി നിൽക്കണം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എനിക്കും രാഷ്ട്രീയമുണ്ട്. അതല്ല, നമ്മൾ ഇക്കാര്യത്തിൽ എടുക്കുന്നില്ല. അടുത്തൊരു 6 മാസമെങ്കിലും നിങ്ങൾ സജീവമായി കൂടെ നിൽക്കൂ. നമുക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം നിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിങ്ങളുടെ അയൽവക്കാരുടെ മുമ്പിൽ അഭിമാനമായിരിക്കും. പണ്ടെന്താ KSRTC ജോലി, പെണ്ണ് കിട്ടത്തില്ല. എന്താ കാര്യം? ശമ്പളം 1-ാം തീയതി ഇല്ല, 5 മാസം കഴിഞ്ഞാലും ഇല്ല. ഇപ്പോൾ എന്താ സ്ഥിതി? KSRTC അടിപൊളിയാണ്. KSRTC കൊള്ളാം എന്നല്ലേ നിങ്ങളെ വീടിൻ്റെ അടുത്ത് ആവശ്യമില്ല. നിങ്ങളോട് പറയുന്നത് എന്താ? നിങ്ങൾ തല്ലിപ്പൊളി KSRTC എന്ന് ആരെങ്കിലും പറയാറുണ്ടല്ലോ. അടിപൊളി KSRTC എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി കളയരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം. വലിയ മാറ്റങ്ങളും വലിയ മുന്നോട്ടുള്ള പുരോഗതിയുമായി മുന്നോട്ട് പോകാം. നമ്മൾ ഒന്നിച്ചെന്ന് പ്രവർത്തിക്കുന്നത് നാടിന് നന്മയാണ്. KSRTC വളർന്നു കാണാൻ മലയാളി ലോകത്തിൻ്റെ എല്ലാ കോണിലും ജീവിക്കുന്ന മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു നൊസ്റ്റാൾജിയാണ്, ഗ്രഹാതുരത്വമാണ് KSRTC. അതിൻ്റെ വിജയം കേരളത്തിലെ മലയാളികളായ എല്ലാവരും ലോകത്തിനെമ്പാടും ആഹ്ലാദിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Subscribe to One India and never miss an update.